അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്രദാന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമത്തിൽ നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഞാൻ സിംഗപ്പൂർ ധ്യാനിപ്പിക്കാൻ പോയെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് 3-ാം ദിവസം ആരാധന നടന്ന സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, എമ്മാവുസിൽ എല്ലാവരും കുർബാന സ്വീകരിച്ചേ. എവരിബഡി ലാസ്റ്റ് നിമിഷം എല്ലാവരും കുർബാന സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുർബാന സ്വീകരിച്ചതിൻ്റെ ഒരു അന്തരീക്ഷത്തിലും ആ അഭിഷേകത്തിലും കർത്താവ് എന്നോട് ഒരു പ്രാർത്ഥന തന്നെനിക്ക്. അത് എമ്മാവുസ് ശിഷ്യന്മാരെ അനുബന്ധിച്ച് നടന്ന വലിയ ആധ്യാത്മിക അനുഭവമാണ്. അത് ലൂക്ക 24-29.
അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. ഇത് ആ സമയത്ത് പറഞ്ഞപ്പോഴേ ഈശോ പറഞ്ഞത്, നേരം വൈകുന്ന കുറേ മനുഷ്യരുണ്ട് ഇവിടെ, PR കിട്ടാനായി. 30 വർഷമൊക്കെ PR കിട്ടാത്തവരുണ്ട്, പെർമനന്റ് റെസിഡൻസ്. വിവാഹം ഒത്തുവരാത്ത മനുഷ്യരുണ്ട്, 10-30 വയസ്സായിട്ടും ജീവിത പങ്കാളില്ലാത്തവർ, മക്കളില്ലാത്തവരുണ്ട്. അവർക്ക് നേരം വൈകുന്നുണ്ട്. 8 കൊല്ലം 9 കൊല്ലമായിട്ട് മക്കളില്ല അവർക്ക്. 10 കൊല്ലമായിട്ട് ജോലി കിട്ടാത്തവർ ഞാനവിടെ കണ്ടു. നേരം വൈകുന്നു. അപ്പം ഇങ്ങനെ ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങൾക്ക് നേരം വൈകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പ്രാർത്ഥനയാണത്. ലൂക്കാ 29:24-29. അവർ അവനെ നിർബന്ധിച്ചു. പണ്ട് കർത്താവാണ് നമ്മൾ നിർബന്ധിച്ചത്. ഓർക്കുന്നുണ്ടോ? ഈശോ അപ്പോസ്തലന്മാരെ നിർബന്ധിക്കുന്നൊരു ഭാഗമുണ്ട്. ഞാൻ ഈ പന്തിയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. മറുകരയ്ക്ക് പോകാൻ അപ്പോസ്തലന്മാരെ നിർബന്ധിച്ചു എന്ന്. അതൊരു പരിചരണമായിരുന്നു. രാത്രി കൊടുങ്കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് കടലമീതെ ചെന്ന് അതാണ് അവർ ചോദിക്കുന്നത്, ഇവൻ ആരാണെന്നൊക്കെ ചോദിക്കണില്ലേ. അപ്പോൾ അതുപോലെ ചില നിർബന്ധങ്ങൾ ദൈവത്തോട് നമുക്കും ആകാവുന്നുള്ളതാണ് ആ സുവിശേഷം അവസാനിക്കുമ്പോൾ പറയുന്നത്. എന്താ പറയണത്? ലൂക്കാ പറയണത്, നേരം വൈകുന്നു, അവൻ ഞങ്ങളോടൊത്ത് വസിക്കാൻ, ഞങ്ങളോട് താമസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരവനെ നിർബന്ധിച്ചു. അപ്പം പ്രാർത്ഥനയിൽ ചിലർ നിർബന്ധമായിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരും. ഒരു സാക്ഷ്യം കേൾക്കും, ഞാൻ കർത്താവിനെ നിർബന്ധിച്ചു, കാലെ കെട്ടി വിടുന്ന വിധത്തിൽ ഞാൻ കർത്താവിനെ ഇരിക്കാൻ അനുവദിച്ചില്ലെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ പറയാം, പക്ഷേ അത്രയും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ചുമ്മാ വായിട്ട് നോക്കി തെക്ക് വടക്ക് നടന്ന് വെച്ചും കർത്താവിനെ നിർബന്ധിക്കുന്നൊരു കാര്യമില്ല. അതാണ് എനിക്ക് ചില ദേഷ്യം വരുന്നത്. പക്ഷേ ദൈവത്തിന് വേണ്ടി ജീവിച്ചതിന് ശേഷം സത്യസന്ധമായ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തെ നിർബന്ധിക്കാൻ തെറ്റില്ല. അതാണ് ഇവരും ചെയ്ത് അമാവാസ ശിഷ്യന്മാർ. പക്ഷേ എൻ്റെ വിഷയം അതല്ല. കർത്താവ് എന്ന് സിംഗപ്പൂർ വെച്ച് പറഞ്ഞത്, എന്തെങ്കിലും കാര്യത്തിന് താമസിച്ചു പോയാൽ, ജീവിതം, വീട്, ജോലി, വിവാഹം, ഇനി മാനസാന്തരം, എന്തെങ്കിലും കാര്യത്തിന് താമസിച്ചു പോയാൽ, ഉടമ്പടി എടുത്തിട്ടും നമ്മൾ ശരിയാകുന്നില്ല, വൈകുന്നു, ദൈവാനുഭവത്തിന് വൈകുന്നു എന്ന് തോന്നിയാൽ പിന്നെ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണ്? നാഥ, ഞങ്ങളോടൊത്ത് താമസിക്കുക, നിൻ്റെ അനുഗ്രഹങ്ങളല്ല വേണ്ട, ഞങ്ങൾക്ക് നിന്നെയാണ് വേണ്ടതെന്ന്. അപ്പോൾ ഉടമ്പടി പക്കായിട്ട് പാലിച്ചു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പകരം ദൈവത്തെ തന്നെ കിട്ടും. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അത് ഈശോ തന്നെ നമ്മൾ നിന്നുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യും, വലിയ കാര്യങ്ങൾ ചെയ്യും. വൈകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അനുഗ്രഹിക്കണമെന്നല്ല, മറിച്ച് ഞങ്ങളുടെ കൂടെ താമസിക്കണമെന്നാണ്. ഞാൻ എറണാകുളം ജില്ല വടക്കം പറവൂർ കോട്ടുപള്ളി സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭർത്താവ് ബെന്നി, പേര് എലിസബത്ത് ബെന്നി. ഞാൻ 2021 മെയ് മാസത്തിൽ എൻ്റെ ചേട്ടന് ഇടത്തെ സൈഡുണ്ട് ഒരു വയറുവേദനയെ തുടർന്ന് ഞങ്ങൾ പറവൂർ ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ചെന്ന് സ്കാൻ ചെയ്യുകയും 2 കിഡ്നിയിലും കല്ലാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു കാര്യം കൂടുതലായിട്ട് പരിശോധനയ്ക്ക് നിങ്ങൾ നല്ലൊരു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ വലത്ത് വശത്തെ കിഡ്നി പോയിരിക്കുകയാണ്. ആ കിഡ്നിയിൽ കല്ല് വന്ന് അറിഞ്ഞിട്ട് വീർത്തിരിക്കുകയാണ്, അതെടുത്ത് കളയണം എന്ന് പറഞ്ഞു. ഇടത്ത് വശത്തെ കിഡ്നിയിൽ ഒരു ട്യൂബിൽ ഒരു കല്ല് ഇറങ്ങി വന്നതുകൊണ്ട് അത് കല്ല് മാറ്റണമെന്ന് പറഞ്ഞ്. ഞങ്ങളാകെ ബുദ്ധിമുട്ടി. ചേട്ടൻ്റെ ഒരു വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞാനൊരു പപ്പടത്തിൻ്റെ പണിക്കാണ് ഞാൻ പോണത്. ആ ഒരു വരുമാന മാർഗ്ഗമുള്ളൂ. പിന്നെ മകനാണെങ്കിൽ ജോലിയൊന്നുമില്ല. അപ്പം ഞങ്ങളാകെ വിഷമിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം? ഡോക്ടർ പറഞ്ഞ് എത്രയും വേഗം ഈ കിഡ്നി എടുത്ത് കളയണം നിങ്ങൾ വേഗം. അപ്പോൾ കൊറോണ സമയമാണ്. ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് യൂറോളജിനെ കണ്ട് ഡോക്ടറും പറഞ്ഞ് ഇത് വേഗം എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഇൻഫെക്ഷൻ ആകും. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ആ വലത്ത് വശത്തെ കിഡ്നി റിമൂവ് ചെയ്ത് കളഞ്ഞ്. പിന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു മരുന്നും കഴിക്കരുത്, ഒരു കിഡ്നി മാത്രമേ ഉള്ളൂ, അതിൽ ട്യൂബിലൊരു കല്ലും വന്നിരിക്കണം, അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം, വെള്ളം ധാരാളം കുടിക്കണം, മരുന്ന് ആവുന്നത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ്. അങ്ങനെ 2-3 ലക്ഷം രൂപയായി എല്ലാവരുടെയും സഹായത്താൽ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു വിഷമിച്ച് ഇരിക്കുകയാണ്. ചേട്ടൻ്റെ വരുമാന മാർഗ്ഗമാണ്, അതും നിന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഒരു 1.5 വർഷത്തോളമായി ചേട്ടൻ രാവിലെ നടക്കാൻ പോകുമായിരുന്നു. പോയി കഴിയുമ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു നെഞ്ചിലിരുന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ നീർക്കെട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഡോക്ടറിൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി.
അവിടെ ചെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് ECG എടുത്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ ECG എടുത്തു നോപ്പോൾ ECGയിൽ ഒരു വേരിയേഷൻ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കാർഡിയോളജിനെ കാണാം. അങ്ങനെ നോർത്ത് പറവിലായിട്ട് ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ ചെന്ന് കാർഡിയോളജിസ്റ്റ് ഡോക്ടറെ കണ്ട് അവിടെ നിന്ന് ECG എടുത്ത് എക്കോ എടുത്ത് TMT എടുത്ത്. അപ്പോൾ TMTയിലും കണ്ട് വേരിയേഷൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് എന്തോരം ബ്ലോക്ക് ഉണ്ട് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ്. ഞങ്ങൾ എന്ത് ചെയ്യും ദൈവമേ, ഈ കിഡ്നി ഒരെണ്ണമുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് മരുന്നും എല്ലാം കൂടി. ഞാൻ ദൈവമേ ആകെ വിഷമത്തിലായി. എങ്കിലും ഡോക്ടർ പറഞ്ഞ് ആൻജിയോഗ്രാം ചെയ്തറിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ എറണാകുളം ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ നിന്ന് ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് ചെന്ന്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കൃപാസന പത്രം ഞാൻ ഇപ്പോഴും വായിക്കാറുണ്ട് ആരെങ്കിലും കൊണ്ടുവന്ന്. അപ്പം എനിക്ക് തന്നെ സ്വയം തോന്നി എനിക്ക് കൃപാസനത്തിൽ വരണം, അവിടെ നിന്ന് വന്ന് ഉടമ്പടി എടുക്കണം. കാരണം ഈ കിഡ്നിയുടെ ഇത് കാര്യങ്ങളൊക്കെ വന്നപ്പോഴും ഞാനങ്ങനെ മാതാവിലൊന്നും ആശ്രയിച്ചില്ല. പ്രാർത്ഥനകളും ദിവ്യബലിയും എല്ലാം കൂടും, ജപമാല അർപ്പിക്കും, ഞങ്ങളുടെ കുടുംബം മുഴുവനും അങ്ങനെയുള്ളൊരു കുടുംബമാണ്. പക്ഷേ കൃപാസനത്തെ പറ്റി മാതാവിനെ പറ്റി ഒന്നും എനിക്ക് കൂടുതലായിട്ട് അത്ര അറിവില്ല. എങ്കിലും ഞാൻ ഇവിടെ പത്രം വായിച്ച ഒരു അറിവിൽ ഞാൻ ഇവിടെ വരണേണ്. അങ്ങനെ ഒക്ടോബർ 16 വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തെങ്കിൽ ഉടമ്പടി ഇങ്ങനെ പോകണം. രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കും, വൈകിട്ടും പ്രാർത്ഥിക്കും, അങ്ങനെ തൈലം ഇതാകും. അങ്ങനെ അല്ലാതെ വേറൊരു ഇതിൽ ഞാൻ പോയില്ല. ഇത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഞാൻ എറണാകുളം ആശുപത്രിയിൽ ചെന്ന് ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ആൻജിയോഗ്രാമിൽ 4 ബ്ലോക്ക് ഉണ്ട്. ചെറുതും വലുതായിട്ട് വേറെയും ബ്ലോക്ക് ഉണ്ട്. 99%, 90%, 72, 70 അങ്ങനെ ഡോക്ടർ പറഞ്ഞ അധികം ഇതുണ്ടെന്ന്. അപ്പം അന്നത്തെ ഞങ്ങൾ അറിഞ്ഞില്ല. വൈകിട്ട് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞ് വർഗീസ് ബെന്നിക്ക് ഡിസ്ചാർജ് ആയി പോയിക്കോന്ന് പറഞ്ഞ്. വൈകിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വന്നിച്ചും പറഞ്ഞ് ഡിസ്ചാർജ് നമ്പർ ചെന്നിച്ചും പറഞ്ഞ് ഡോക്ടർ വല്ലതും പറഞ്ഞാന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല. അപ്പോൾ ഡോക്ടർ അതേപോലെ അടുത്ത് തന്നെ ഡോക്ടർ വരുമെന്നും ഡോക്ടർ വന്ന് ഞങ്ങളോട് സംസാരിക്കുകയാണ്. ഇങ്ങനെ വർഗീസ് ബെന്നിക്ക് ബ്ലോക്ക് ഉണ്ട്, ബൈപ്പാസ് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അതിലൂടെ ഞാനും എൻ്റെ മോനും തകർന്ന്. കാരണം ഒരു വേദന തീർന്നിട്ട് അതിൽ നിന്ന് കയറേക്കുമ്പോൾ അടുത്തത് വന്നല്ലോ ദൈവമേ എന്നുള്ള ഇതിൽ. അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലായി. ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഒരു കിഡ്നി ഇല്ല. അപ്പോൾ ഡോക്ടർ അറിയാറ് ഇതിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് ഈ ബൈപ്പാസ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഇപ്പം നടത്തുന്നുണ്ട്, അവിടെ നടത്താമെന്ന് പറഞ്ഞ്. നിങ്ങൾ പോയിക്കോ, വരുന്ന വെള്ളിയാഴ്ച വന്ന് ഡോക്ടർ സർജനെ കാണാൻ പറഞ്ഞ്. അങ്ങനെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നു. വെള്ളിയാഴ്ച ഞാനും എൻ്റെ മോനും ഞങ്ങൾ 3 പേരും കൂടി ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞ് ബൈപ്പാസ് തന്നെ ഇതിനകത്ത് പ്രതിവിധികളിൽ ഇത്ര ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞ്. നിങ്ങൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞ്. അപ്പോൾ ഡോക്ടർ കിഡ്നിയുടെ അത് പ്രശ്നമില്ല, എന്ത് ചെയ്യാൻ പറ്റും, മരുന്ന് കഴിക്കാൻ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ഒരു 15 സൈസും മരുന്നുണ്ട്. അപ്പോൾ ലിസി ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞത് എന്താണ്, ഒരു മരുന്ന് നിങ്ങൾ ആവുന്നതും കഴിക്കരുതെന്നാണ് പറഞ്ഞത്. കാരണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കിഡ്നിയുള്ള ഒരു ലോഡ് താങ്ങാൻ പറ്റൂല. എങ്കിലും ഞങ്ങൾ മരുന്ന് കഴിക്കാൻ നിവൃത്തിയില്ലല്ലോ, മരുന്ന് കഴിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേ ഇത്രയൊക്കെ ആയിട്ടും എന്താണ് ഒരു ഇത് തീരുമാനമൊന്നും ആകട്ടെ, മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ എന്താ ചൊല്ലുന്ന പ്രാർത്ഥന മാത്രമേ ഞാൻ ചൊല്ലുന്നുള്ളൂ, വേറെ ഒരു കാരുണ്യ പ്രവൃത്തികളിലൊന്നും ഞാൻ പോകണില്ല. ഞാൻ വെളുപ്പിനെ എണീറ്റ് പ്രാർത്ഥിക്കും, തൈലം പുരട്ടും, ഇത് മാത്രമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്കപ്പോൾ ഉടമ്പടി ഇങ്ങനെയല്ലല്ല എന്നുള്ളതിൽ ഞാൻ ഉടമ്പടി വന്ന് പുതുക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് രണ്ടാമതായിട്ട് കുറേ അറിവുകൾ എനിക്കത് കിട്ടിയതോടുകൂടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ഞാൻ ഭർത്താവിൻ്റെ നെഞ്ചത്ത് പുരട്ടിക്കണം. എൻ്റെ മാതാവേ ഈ ഹാർട്ട് ഈ നെഞ്ച് പുലർത്താതെ ഇനിയൊരു ശാസ്ത്രക്രിയ നടത്താതെ അമ്മ എനിക്ക് മാതാവ് എനിക്ക് മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ച്. അതുപോലെ തന്നെ ഞാൻ തൈലം പുരട്ടി ഉടമ്പടി കാശുരൂപം എല്ലാം എടുത്ത് പ്രാർത്ഥിച്ച്. പിന്നെ ഇവിടെ നിന്ന് ഞാൻ വന്നിട്ട് ഇവിടെ നിന്ന് ഉപ്പും തേനും എല്ലാം ഞാനിവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടോ. എനിക്ക് മാത്രമല്ല, എനിക്കറിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഞാൻ കൊടുക്കും. ഞാൻ പറയും നിങ്ങൾക്കൊരു ഇതുണ്ട് തരാം, ഇതൊരു മരുന്നാണെന്ന് പറയും. അപ്പോൾ അവർ വെച്ച് വല്ല മെഡിസിൻ ആയിരിക്കും എന്ന് ഓർക്കും. ഞാനപ്പോൾ ഉപ്പ് മേടിച്ച് ഇവിടുന്ന് കൊണ്ടുവരും. 1-2 ഇതല്ല ബോട്ടിലുകൾ മേടിച്ച് കൊണ്ടുവന്ന് ഞാൻ ഉപ്പ് കൊടുക്കും, തേൻ കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തിയിലേക്ക് ഞാൻ നീങ്ങാൻ തുടങ്ങി. പത്രം വായിച്ച് 1 കെട്ട് പത്രമാണ് ഞാൻ ആദ്യം വാങ്ങിച്ചിരുന്നു ഇവിടുന്ന് കിട്ടണത്. പക്ഷേ പത്രമൊക്കെ ഞാൻ കൂടുതൽ മേടിച്ച് കൊണ്ടുപോയി. എൻ്റെ അടുത്തുനിന്ന് മാത്രമല്ല, അടുത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ കിട്ടിയിട്ടുണ്ടാകും. എന്നാലും ഞാൻ ചെല്ലണോണ്ട് അത് ഒരെണ്ണം കൂടി തരാം, മേടിച്ചെടുക്കും അവർ. അപ്പോൾ എനിക്കത് മനസ്സിലാകും അത് കിട്ടിയിട്ട് കാര്യമില്ല, അവർ വായിച്ചു കഴിഞ്ഞ സാധനം പിന്നെയും മേടിക്കണം. ഞാൻ പിന്നെ ആ പത്രവും കൂടി ഞാൻ എവിടെ പണിക്ക് പോകുമ്പോഴും എൻ്റെ ബാഗിലുണ്ടാകും. അപ്പോൾ വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ കൂടി കൃപാസന പ്രസാദ മാതാവിൻ്റെ സംസാരങ്ങളാണ്. ആ ലാസ്റ്റ് നിന്ന് എടുക്കുമ്പോൾ ഞാനൊരു പത്രവും കൊടുക്കും. പിന്നെ ഇവിടുന്ന് കാശുരൂപ ഞാൻ മേടിച്ചുകൊണ്ട് പോകും. കാശുരൂപ മേടിച്ചുകൊണ്ട് പോയിട്ട് എൻ്റെ ബാഗിൽ ഇപ്പോഴും കുറച്ച് കിടപ്പുണ്ട്. അതിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അവരിൽ നിന്നൊരു കാശുരൂപ എടുത്ത് കൊടുക്കും. അങ്ങനെ കൊണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തിയിൽ ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് ഞാൻ മുന്നിട്ടിറങ്ങി. ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി, രോഗികളെ സന്ദർശിക്കാൻ തുടങ്ങി. രോഗികളുടെ അടുത്ത് പോയി കഴിയുമ്പോൾ അവർ ഈ കിടന്ന കിടപ്പൊക്കെ ആകുമ്പോൾ അവരുടെ ഈ തലയൊക്കെ പേനും ഒക്കെ ആയിട്ട് അവരുടെ അടുത്ത് പോയി നമ്മൊന്ന് ആ തലയൊക്കെ ഒന്ന് ചീവി കൊടുത്ത് അവരൊന്ന് ആശ്വസിപ്പിക്കും. സ്മെല്ലൊക്കെ ഉണ്ടാവും, എന്നാൽ അതൊക്കെ നമ്മൾ ആശ്വസിപ്പിക്കും. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം
കഴിഞ്ഞപ്പോൾ അപ്പോഴും ഈ ഡോക്ടറിൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട് വരുന്നുണ്ട്. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടറിന് ഓപ്പറേഷത്തിന് നമുക്ക് ഡേറ്റ് തരാം എന്ന് പറഞ്ഞ് അനസ്തേഷനെ കാണാൻ പറഞ്ഞു. അങ്ങനെ എറണാകുളം ആശുപത്രിയിൽ ഞങ്ങൾ ചെന്ന് അനസ്തേഷനെ കാണാൻ ചെന്നപ്പോൾ അനസ്തേഷൻ ഞങ്ങളുടെ അടുത്ത് ചൂടാണ്. നിങ്ങൾ എന്തും കണ്ടിട്ടാണ് വന്നത്, ഇവിടെ ഒരു കിഡ്നി ഇതുള്ളൂ ഇയാൾക്ക്, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, റിസ്ക് എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, അതിനനുസരിച്ചുള്ള ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ പോകുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ആകെ വിഷമിച്ചു. കാരണം ഇവിടെയുള്ള പ്രതീക്ഷ ഇവിടെ ബൈപ്പാസ് ചെയ്യാമെന്നല്ലോ പറഞ്ഞേക്കണം. അപ്പോൾ പറഞ്ഞു ഒന്നില്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് സങ്കടപ്പെട്ടു. കാരണം അന്ന് പണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡോക്ടറോട് പറഞ്ഞാൽ, കാരണം 2 മാസമായിട്ടും ഡോക്ടറൊന്നും പറയാതെ ഇപ്പോഴല്ലല്ലോ കിഡ്നിയുടെ പ്രശ്നം അറിഞ്ഞത്. ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ ഉടമ്പടിയിലാണല്ലോ, ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ അവിടെ നിന്ന് പോന്ന് വീട്ടിൽ വന്ന് ആലോചിച്ച് എവിടെ പോകണം, കോട്ടയത്ത് പോകണമെന്ന്. അപ്പോൾ വേഗം ഒരു ഡോക്ടർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് സൺറൈസ് ഹോസ്പിറ്റലിൽ, കാക്കനാട് ഒരു സൺറൈസ് ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടറുണ്ട്, നിങ്ങൾ ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞ്. ഞങ്ങൾ അവിടെ നിന്ന് സൺറൈസ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കണ്ട്, സജി സാറിനെ പോയി കണ്ട്, ഡോക്ടർ CD ഇട്ട് കണ്ടിട്ടും പറഞ്ഞ് ഇത് ബൈപ്പാസ് തന്നെ പറ്റുള്ളൂ, നിങ്ങൾക്ക് വേറെ ഇതിനകത്തൊരു പ്രതിവിധി ഇല്ലയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഉടമ്പടി, ഞങ്ങൾ കൃപാസനം എന്ന് പറയുന്ന ആലപ്പുഴയിലൊരു മാതാവുണ്ട്, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണ മാതാവാണ്, ഒരു ടെസ്റ്റ് ഒന്ന് ചെയ്യാമോ, ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിലാ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ചേച്ചി എന്താണ് ഈ പറഞ്ഞത്, CD കണ്ടില്ലേ ബൈപ്പാസാണ് പറഞ്ഞേക്കണത്, 4 ബ്ലോക്ക് ഉണ്ട്, മെയിൻ വാൽവിലുണ്ട്, അത് ഓപ്പൺ സർജറി തന്നെ ചെയ്യാതെ പറ്റൂല എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് വിഷമിച്ച് പോകുന്ന ഡോക്ടറിന് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു 10-20,000 രൂപയുടെ ഒരു ടെസ്റ്റ് അന്ന് തന്നെ ചെയ്തു. കാരണം കിഡ്നിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ആ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയാറ്റിൻ കൂടലി, തൈറോയ്ഡ് കൂടലി, ഷുഗർ കൂടലി. ഇപ്പോൾ ഈ ഡോക്ടർ ഇതെല്ലാം വെച്ചും കൊണ്ട് പോയി ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഇതിനെ മരുന്ന് ചെയ്യുമെന്ന് പറഞ്ഞ്. അങ്ങനെ മരുന്ന് അപ്പോൾ ഒന്നും കൂടി വരരുന്നു മരുന്ന്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പിന്നെയും പോകുന്നു, മരുന്ന് 2 ആഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞ്. അപ്പോൾ ഞാനപ്പോൾ ഇവിടെ ഉടമ്പടിയിൽ പിന്നെയും ഞാൻ എനിക്കൊരു തൈലം കൊണ്ട് ആൾക്കാരുടെ അടുത്ത് പോകലും രോഗികളെ സന്ദർശിക്കാൻ തരുമ്പോൾ ഞാൻ ഈ തൈലമാണ് ഇപ്പോൾ കൂടുതൽ ഞാൻ കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയി കഴിയുമ്പോൾ അവരെന്നാ അറിയാതെ തന്നെ ഞങ്ങളുടെ അടുത്തൊരു ചേട്ടൻ സ്ട്രോക്ക് വന്നു വെച്ചും വീണിട്ട് സൈഡ് അനക്കാൻ പറ്റാതെ കിടക്കുന്ന അയാളെ തിരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ മരിച്ചു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ അവരുടെ വീടും മുറ്റമൊക്കെ ശരിയാക്കി എല്ലാം ഒക്കെ ശരിയാക്കിയിരുന്നു. പക്ഷേ അയാൾ മെഡിക്കൽ കോളേജിൽ നിന്ന് അനങ്ങാതെ കൊണ്ടുവന്നു. അന്ന് രാത്രി ഞാൻ ചെന്ന്, ഞാൻ ആരും അറിയാതെ ഞാൻ വീട്ടിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ ഉടമ്പടി തൈലമായിട്ട് ചെന്നിട്ട് ഞാൻ അപ്പോൾ അവരുടെ വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചേട്ടൻ കിടക്കുകയാണ്, കിടന്നിട്ട് ഒരു വശം അനങ്ങാനൊന്നും പറ്റൂല. ഞാൻ ചേട്ടനോട് വന്ന്, ചേട്ടാ ഒന്ന് പയ്യനൊന്ന് പൊങ്ങാൻ പറ്റും ഒരു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഒന്നും മിണ്ടാനും പറ്റില്ല, വർത്താനം പറഞ്ഞിട്ട് കുഴഞ്ഞു പോയാണ്. ഞാൻ താങ്ങി എടുത്തിട്ട് ഞാൻ തന്നെ ആ ഇടത്തെ വശത്തുള്ള കൈമേലും കാലുമേലും ഒക്കെ ഞാൻ ഈ തൈലം വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പെരട്ടണേന്ന്. മാതാവേ കടന്നു വന്നു, മാതാവേ ആ ചേട്ടന് സൗഖ്യം കൊടുത്തേണമേ. എനിക്കൊരു ഇതായിട്ട് കൃപാസനത്തിൽ അവർക്ക് ചെറിയൊരു അകൽച്ചയുണ്ട്, കാരണം അവരുടെ എന്തോ കാര്യത്തിന് വന്നിട്ട് അവർ നടന്നില്ല എന്ന് പറഞ്ഞാൽ അവർ അകന്ന് നിൽക്കണേന്ന്. ഞാൻ ചെന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ അതിൽ പോയപ്പോഴേക്കും ഈ ചേട്ടൻ കസേരയിൽ വന്ന് ഇരിക്കുകയാണ്. എനിക്ക് സന്തോഷമായി, ദൈവം ഈ പാവ്യ മകൾ അത് ചെയ്തപ്പോൾ മാതാവ് അനുഗ്രഹിച്ചില്ല എന്നുള്ളതിൽ. അങ്ങനെ ഉടമ്പടി കാശിരോട്ടും തൈലമായിട്ട് ഞാൻ എപ്പോഴും എന്ത് കാര്യത്തിനായാലും ഇതൊരു മരുന്നായിട്ട് കൊണ്ടു നടക്കണം. എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഇതെല്ലാം ചെയ്യും. ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു 2 മാസമായപ്പോൾ ഡോക്ടർ പിന്നെ വിളിച്ച് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ക്രിയാറ്റിനൊക്കെ കുറവായി, തൈറോയ്ഡ് കുറവായി, എല്ലാ സാധനങ്ങളൊക്കെ കുറവായി. ഓപ്പറേഷത്തിന് നമുക്ക് ഡേറ്റ് തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷത്തിനുള്ള ഡേറ്റിന് വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും അപ്പോൾ പ്രാർത്ഥിച്ച് എന്നോട് പലരും പറഞ്ഞു, നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ചേച്ചിയാണ് പറഞ്ഞത് തന്നെ, എനിക്കത് വിഷമമായി. ചേച്ചി പറഞ്ഞു, നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താടി നിൻ്റെ കെട്ടിയാൻ്റെ ഓപ്പറേഷൻ മാതാവ് മാറ്റി തരാത്തേന്ന്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇതിനുത്തരം നീയാണ് കൊടുക്കേണ്ടത്, എന്നെ ലജ്ജിക്കാൻ ഇടവരുത്തരുത്, എൻ്റെ തല തന്നെ ഉയർത്തി കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ പുച്ഛിച്ച് ഓരോരുത്തരും, ഞാൻ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും കാണും. ഞാൻ ഈ അച്ഛൻ്റെ ധ്യാനം കൂടാൻ തന്നെയാണ്, എനിക്കൊരു ഫോൺ ഉണ്ടായിരുന്നില്ല, വെറുതെ ചെറിയൊരു ഫോണായിരുന്നു. ഞാൻ മോനോട് പറഞ്ഞേടാ എനിക്ക് കൃപാസനത്തിൽ എല്ലാ ഇതും കാണണം, അതുകൊണ്ട് മോൻ എനിക്കൊരു എത്ര കഷ്ടപ്പാടാണ്, മോനത് മേടിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോൻ എനിക്ക് കഴിഞ്ഞ ഡിസംബറിൽ ആണ് എനിക്കൊരു ഫോൺ മേടിച്ചു തന്നു. അങ്ങനെ ഞാൻ അന്ന് തുടങ്ങി ഈ എല്ലാ ചൊവ്വാഴ്ച ഞാൻ പണിക്ക് പോയാലും ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ കൂടും, സാക്ഷ്യങ്ങൾ കേൾക്കും. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഇതുപോലെ തന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കാനുള്ള സമയത്ത് ഞാൻ എൻ്റെ പപ്പടം ഉണ്ടല്ലാണ് എനിക്ക് പണി, ആ പപ്പടം എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിത് ഇങ്ങനെ ഒന്ന് മയങ്ങിപ്പെടും. പക്ഷേ എനിക്ക് എണ്ണാനൊക്കെ പറയും, കാരണം എന്നും നമ്മളിത് ചെയ്യണോണ്ട്. അച്ഛനിത് കാണുന്ന ഈ സമയത്ത് ഞാനിത് കാണണേ, ഈ നമ്മുടെ ഈ തൂമ്പും കുഴിയിൽ നിന്ന് വെള്ളം എടുക്കാൻ ഒരു പമ്പ് അല്ലേ കയ്യാണിക്കുടി, അതുപോലെ 3 പൈപ്പാണ് കാണുന്നത്. അതിൽ കൂടി
പിടിയെന്ന് ആ പൈപ്പ് അങ്ങോട്ട് പൊട്ടിയിട്ട് അതിൽ നിന്ന് വെള്ളമല്ല ഒഴുകണം, ബ്ലഡാണ് ഒഴുകണത്. ബ്ലഡ് ഒഴുകണത് അപ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആരാധന ലാസ്റ്റത്താ. വേഗം ഞാൻ ചാടി എണീക്കണം, എൻ്റെ അമ്മയെ മാതാവേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ എനിക്ക് പണിയെടുക്കണം, എന്ത് പറ്റും മോളെ? ഞാൻ എനിക്കറിയില്ല, ഈ പൈപ്പ് പൊട്ടിക്കൊണ്ട് ബ്ലഡാണ് അതിൽ കൂടി ഒഴുകണത്, എന്താണ് എന്തോ ഇത് അത്ഭുതം. അപ്പം മോളെ ഇതിനകത്ത് എന്താ അത്ഭുതം നടക്കണം, മോളെ എപ്പോഴും പ്രാർത്ഥിക്കണില്ല, അതുകൊണ്ടായിരിക്കും മാതാവ് ആ ബ്ലോക്ക് മാറ്റി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ വിശ്വസിച്ച് ഞാൻ ഇവിടെ വന്ന് വീട്ടിലൊന്ന് പറഞ്ഞു. അപ്പം തന്നെ പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞോട്ടെ അടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാക്ഷ്യം പറയാൻ എനിക്ക് അനുഭവങ്ങൾ ഇതെല്ലാം വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. വേഗം എൻ്റെ ചേച്ചി എന്നോട് പറയാണ്, നിൻ്റെ ഈ അനുഭവം നീ ഇത്തരം പ്രാർത്ഥിച്ചിട്ട് ഒന്നും നേടിയിട്ടില്ല, നീ എന്തിനാ കൃപാസനത്തിൽ പോണത്? ഞാൻ പറഞ്ഞു എനിക്കറിയാം ചേച്ചിനോട് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് അവസാന നിമിഷത്തിൽ എന്നെ ഉയർപ്പിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്. എന്നാൽ വിചാരിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങളിലും. കാരണം എനിക്ക് എടുത്തുചാട്ടം കൂടുതലാണ്, എല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ ഉപേക്ഷിച്ച് ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി, കുമ്പസാരിക്കാൻ തുടങ്ങി, കാരുണ്യപ്രവൃത്തികളിലേക്കെല്ലാം ഏർപ്പെട്ട് തൈലങ്ങളെല്ലാം ഉപയോഗിച്ച് ഉപ്പ് കഞ്ഞിയിലിട്ട് ഞങ്ങളെല്ലാവരും 3 പേരും കഴിക്കും. പോലെ എൻ്റെ മോനാണെങ്കിൽ തലവേദന വന്നു കഴിഞ്ഞാൽ പറയും അമ്മേ തലയും കൊണ്ട് വരും, അമ്മേ എനിക്ക് തലയിൽ പറ്റി, അങ്ങനെ തലയിൽ ഒക്കെ പരത്തി തരും, പരത്തിയൊക്കെ കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ പറഞ്ഞു ഇതെല്ലാം നോർമലാണെന്ന് ഞാൻ പറഞ്ഞല്ല, ക്രിയാറ്റിനെല്ലാം നോർമലായി. വേഗം അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഓപ്പറേഷത്തിൻ്റെ ഡേറ്റ് തീരുമാനിക്കാൻ വേണ്ടി നിങ്ങൾ അനസ്തേഷനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അനസ്തേഷനെ കാണിക്കാൻ ചെന്ന് അനസ്തേഷ വേഗം 1/2 മണിക്കൂർ കൗൺസിലിംഗ് നടത്തി എന്നെയും ബെൻസേനെയും. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ താടിയൊക്കെ വടിക്കും, പിന്നെ നെഞ്ചിൻ്റെ ഇത് കട്ട് ചെയ്തിട്ട് ഹാർട്ട് ഒരു 3 മണിക്കൂർ ഓഫ് ചെയ്തിട്ടാണ് വെന്റിലേറ്റർ സഹായത്തിൽ ചേട്ടനെ നിൽക്കുകയുള്ളൂ, അതുകൊണ്ട് അത് ഓഫ് ചെയ്യും. പിന്നെ കാലിൻ്റെ ഞരമ്പ് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യണത് എന്ന് പറഞ്ഞ്. ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ നടത്തുക, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചേട്ടന് പേടിയല്ല ഡോക്ടറെ, കിഡ്നി പറഞ്ഞോളൂ ഡോക്ടറെ, ഇത് മാറാം, ഇത് വേറൊരു വഴിയില്ലെന്ന് വെച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചേച്ചി അത് ഇത്രയും ദിവസമായില്ലേ, എത്ര 5-8 മാസമായില്ലേ, ചേച്ചിക്ക് എന്താ മനസ്സിലാവണില്ലേ, ഇത് ഓപ്പറേഷൻ തന്നെ വേണമെന്നല്ലേ ഡോക്ടർ പറയണത്, പിന്നെ ചേച്ചി എന്താ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ഈ കാശുരൂപം എൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കണം, എൻ്റെ മാതാവേ 10 മാസമായി ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് വരണത്, എന്നിട്ട് മാതാവിനൊരു തീർപ്പ് കൽപ്പിക്കണം മാതാവി. ഇതേ അവർ ഡോക്ടർ ഈ ഡേറ്റ് പറഞ്ഞേക്കണേണ്, വേഗം ഞാൻ ഡേറ്റ് പറയാൻ ഞങ്ങളെ വിളിപ്പിച്ചേക്കണെന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി കാശുരൂപം നെഞ്ചോട് ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ച്. വേഗം ഡോക്ടർ പറഞ്ഞു അനസ്തേഷ്യ പറഞ്ഞ് ചേച്ചി ഒരു കാര്യം ചെയ്യും, അടുത്തൊരു ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇത് ഡേറ്റൊക്കെ മേടിച്ചോളാം. അങ്ങനെ ദിലീപ് എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്ന് ചെയ്യുന്നപ്പോൾ ഡോക്ടർ വേഗം ഇരിക്കാൻ പറഞ്ഞ് ഡോക്ടർ എല്ലാം നോക്കിയിട്ട് പറഞ്ഞ് ഡേറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പേനയിൽ ഡേറ്റ് എഴുതിക്കൊണ്ട സമയത്ത് ഡോക്ടർ. അപ്പം ഞാനൊരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇത്രയും വയസ്സിനിടയ്ക്ക് ഞാൻ ചെയ്യാത്ത പ്രാർത്ഥന ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ ചെല്ലി കൊടുത്തുറന്ന് മാതാവ് ഇറങ്ങി വരണേന്ന് വെച്ച് ഈ നിമിഷം ഇറങ്ങി വന്നില്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ നെഞ്ച് കീറി മുറിക്കുവരി എന്ന് പറഞ്ഞ് വേഗം ഡോക്ടർ ചോദിക്കേണ്ടത് നിങ്ങൾ CD കൊണ്ടുവന്നിട്ടുണ്ടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു CD കൊണ്ടുവന്നിട്ട്, അപ്പോൾ ഇവർ CD ഒക്കെ കണ്ടതാണ്, CD കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വേഗം CD എടുത്ത് കൊടുത്ത സമയത്ത് CD ഡോക്ടർ വെറുതെ ഇടണേണ്, കണ്ട സാധനം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ നിമിഷം ഞാൻ മാതാവേ ആ കമ്പ്യൂട്ടറിലേക്ക് കടന്നു പോവാം, മാതാവ് കമ്പ്യൂട്ടറിലേക്ക് കടന്നു വരാൻ പറഞ്ഞ് ആ നിമിഷം എൻ്റെ കൃപാസന പ്രസാദ മാതാവ് ആ കമ്പ്യൂട്ടറിലേക്ക് ഒരു സൈഡിലേക്ക് വരുന്നത് ഞാൻ ശരിക്കും ഞാൻ കണ്ട് വേഗം ഡോക്ടർ എന്നെ നോക്കും, ഈ കമ്പ്യൂട്ടർ നോക്കിയാണ്. അപ്പോൾ ഡോക്ടറിന് എന്തോ മനസ്സിലായി, ഡോക്ടർ വേഗം ഈ പേന അവിടെ വെച്ചിട്ട് ചാരി ഇരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞേ ഇതാരാ പറഞ്ഞത് നിങ്ങളോട് ബൈപ്പാസ് ചെയ്യണമെന്ന്? അപ്പം ഞാൻ ചോദിച്ചു എന്താ ഡോക്ടറെ, ഇത് ബൈപ്പാസ് ചെയ്യേണ്ട പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു, കാരണം ഇത് ആൻജിയോപ്ലാസ്റ്റിൽ തീർക്കാം. ഈ 4 ബ്ലോക്ക് ഉണ്ട്, അത് 4 ബ്ലോക്ക് നമുക്ക് ഈ 2 പ്രാവശ്യം വീതമായിട്ട് 2 ആൻജിയോപ്ലാസ്റ്റ് വഴി നമുക്ക് തീർക്കാം. നിങ്ങൾ എത്രയും എന്തിനാ ചേട്ടൻ ഇനി കീറി മുറിക്കണേ എന്തിനാണെന്ന് വെച്ച്. അപ്പോൾ ഇത് വേദന കഴിഞ്ഞല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം എനിക്ക് സന്തോഷമായി, എൻ്റെ ദൈവമാതാവ് നിങ്ങൾ വീട്ടിൽ ചെന്ന് ആലോചിച്ചിട്ട് ഡേറ്റ് നമുക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബർ 6-ാം തീയതി ചേട്ടന് ആദ്യത്തെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് 2 ബ്ലോക്ക് കളഞ്ഞ്. അത് കഴിഞ്ഞുകൊണ്ട് ഡോക്ടർ വേഗം ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ എല്ലാം നോർമലാണ്. ഇപ്പോൾ രണ്ടാമത്തത് ഒക്ടോബർ 6-ാം തീയതി 2ാമത്തെ ബ്ലോക്കിലെ ഇതും കഴിഞ്ഞ് 2ാമത്തെ
ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞ് അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചെക്കപ്പിന് വരാൻ പറഞ്ഞ്. ചെക്കപ്പിന് വന്നപ്പോൾ ഡോക്ടർ എല്ലാം നോർമലി, ക്രിയാറ്റിൻ നോർമലി, ഷുഗർ നോർമലി, എല്ലാം നോർമലി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നല്ലൊരു ഇതാണ്, ഇത്രയും നാളുകൾക്കും കിട്ടാത്തത്. കാരണം ഇത്രയും ബ്ലോക്കൊക്കെ ഉണ്ടായ ഒരാൾക്ക് എങ്ങനെ ഇത്രയും പിടിയുന്ന 2 ആഴ്ചകളിൽ നോർമലായി. അത് പമ്പിങ് ഒക്കെ നല്ലോണം നടക്കുന്നുണ്ട്. ഇനി ഒന്നും ഇതൊക്കെണ്ട, വരുന്ന വർഷം നിങ്ങൾ വന്ന് ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി ജനുവരിയിൽ. ഇനി നിങ്ങൾ ഇതിനു വേണ്ടി വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനിടയ്ക്ക് അങ്ങനെ ദൈവം മാതാവ് വഴി എൻ്റെ ഈ ചേട്ടൻ്റെ ബൈപ്പാസിൽ നിന്ന് ഒഴിവാക്കി ആൻജിയോപ്ലാസ്റ്റിയാക്കി തീർന്നു. അതിന് എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും കോടാനുകോടി നന്ദി, എൻ്റെ കുടുംബം മുഴുവൻ അർപ്പിക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട അച്ഛനെ കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അച്ഛനെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ സൈത്ത് പൂച്ചി. അപ്പം ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ പറയണ്ട, അച്ഛൻ മാതാവിനോട് പറഞ്ഞേക്കണം, നമ്മളോടൊന്നും അച്ഛൻ പറയൂല, നമ്മളോട് പറഞ്ഞാൽ നമുക്ക് എന്ത് നടാൻ പറ്റും. അച്ഛൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ ദൈവം എനിക്ക് അനുഗ്രഹിച്ച്. 2ാമത്തെ സാക്ഷ്യം, എനിക്ക് ഇതെല്ലാം സമയത്ത് എനിക്കൊരു പല്ലെടുപ്പിച്ചിട്ട് പല്ലിൽ എൻ്റെ അവിടെ ഒരു ദശ വളരാൻ തുടങ്ങി. ദശ വളർന്ന് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഇനി ചേട്ടൻ്റെ ഒരു ചേട്ടനോട് ആരോടും പറഞ്ഞില്ല ഈ ദശ വളർന്നത്. അപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ ഞങ്ങൾ പോയില്ല. അപ്പം ഞാൻ തേനെടുത്ത് പ്രതീക്ഷണ പ്രാർത്ഥന ചൊല്ലി തേനെടുത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച് ആ പല്ല് ദശ വളർന്നോടത്ത് ഞാൻ പുരട്ടുമായിരുന്നു. കുറച്ച് 2 ആഴ്ചയോളം ഞാൻ പുരട്ടി കഴിഞ്ഞ് ഒരു ദിവസം ഒരു വീട്ടിൽ ഞാൻ വിരുന്നിൽ പോയി. അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദശ ഞാൻ വായി കൊപ്പിളിച്ചപ്പോൾ ഈ ദശ എന്നെ ഒരു കഷ്ണം പോലെ എൻ്റെ വായിൽ നിന്ന് വന്ന് ഞാനത് എടുത്തിട്ട് ഞാൻ ചെയ്തിരുന്നു. ഇതാണ് എൻ്റെ വായിലുണ്ടായിരുന്നത്. അങ്ങനെ ആ തേൻ പരട്ടിയോടുകൂടി എൻ്റെ ആ വായിൽ ഇത് പോയി. ഇപ്പം എനിക്കൊരു പ്രശ്നമില്ല, ആ വായിൽ ഒരു കുഴപ്പമില്ല, ഒരു വേദനയില്ല, ഒന്നുമില്ല. പിന്നെ 3ാമതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ച് എൻ്റെ മകനൊരു ജോലി, അവന് ജോലിയില്ല, ചേട്ടനാണ് പോയി കുടുംബം കാര്യങ്ങൾ നടത്തിയിരുന്നത്. വേഗം അവനൊരു ജോലിയുടെ കാര്യം ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഇപ്പോൾ അവന് എറണാകുളത്ത് ഒരു ലോട്ടറി ഓഫീസിൽ അവന് ജോലി കിട്ടി. ഞങ്ങൾ കുടുംബം സമാധാനമായിട്ട് സന്തോഷമായിട്ടും പോണു. ദൈവമേ നന്ദി, ഈശോയെ ആരാധന. ദൈവത്തിൻ്റെ പേടകം പുറപ്പെട്ടു. എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ദൈവത്തിൻ്റെ പേടകം കാനായിലെ കല്യാണ വിരുന്നിലേക്ക് പുറപ്പെട്ടു. അവിടെ ഒഴിഞ്ഞ കുടങ്ങളൊക്കെ നിറകുടങ്ങളായി മാറുകയാണ്. പരിശുദ്ധ അമ്മയാണ് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം. പഴയ നിയമത്തിൽ ഉടമ്പടി പത്രികയാണ് ഉടമ്പടി പേടകത്തിൽ നിക്ഷേപിച്ചിരുന്നത്. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ വചനം മാംസമാകുവാൻ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദൈവപിതാവിന് സമർപ്പിച്ച അമ്മ, ആ അമ്മ പുതിയ നിയമത്തിലെ ഉടമ്പടിയുടെ സൗഭാഗ്യ ചിഹ്നമാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ഈ തിരുവൾത്താരയിൽ ഒരു ബൈപ്പാസ് സർജറി പറഞ്ഞിരുന്നത്, അത് പിന്നീട് അങ്ങനെ ഒരു സർജറിയെ വേണ്ട, ആ ബ്ലോക്ക് മെഡിസിനിലൂടെ നമുക്ക് മാറ്റുവാൻ സാധിക്കും എന്നുള്ള, അതായത് 5 ഡോക്ടേഴ്സിനെയാണ് ഇവർ കാണുന്നത്. 5 ഡോക്ടേഴ്സും പറഞ്ഞത് ഇതിന് വേറെ മാർഗമൊന്നുമില്ല, ബൈപ്പാസ് തന്നെയുള്ളൂ എന്ന് പറഞ്ഞ ഒരു അവസരത്തിലാണ് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയുടെ കാശുരൂപവും പിടിച്ചുകൊണ്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന മാത്രം പോരാ, തൻ്റെ ജീവിതത്തിലെന്ന് മനസ്സിലാക്കുമ്പോൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷം കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, അതിനൊക്കെ തീഷ്ണത കൂട്ടുകയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പിന്നീട് ഡോക്ടർ ചോദിക്കുന്നു എന്നാണ് നാം കേട്ടത്, നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇതിന് ബൈപ്പാസ് സർജറി വേണമെന്ന്, ഇത് ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ മതി എന്നുള്ളതാണ് പിന്നീട് ഡോക്ടേഴ്സ് പറഞ്ഞത്. അങ്ങനെ ആ മകൻ്റെ ബ്ലോക്കുകൾ അതൊക്കെ എത്ര ശതമാനമായിരുന്നു എന്ന് നാം കേട്ടു. 90 എബോവ് ഉള്ള 2 ബ്ലോക്കുകളും പിന്നീട് അതിന് താഴെ വരുന്ന ആ ബ്ലോക്കുകളൊക്കെ അങ്ങനെ മരുന്നിലൂടെ തന്നെ മാറ്റാം എന്നുള്ള റിപ്പോർട്ടാണ് പിന്നീട് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതുതന്നെയാണ് ഈ കുടുംബവും പ്രതീക്ഷിച്ചിരുന്നത്. ഇവരതിനാണ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ആ മകൻ്റെ ഓപ്പറേഷൻ കൂടാതെ ആ മകന് ആരോഗ്യം വീണ്ടും കിട്ടുകയാണ്. പിന്നീട് കുടുംബത്തിലേക്ക് കിട്ടിയ മറ്റ് കൃപകൾ അതെല്ലാമാണ് നാം കേട്ടത്. അപ്പോൾ അമ്മയെ കൂടെ ചേർത്ത് ഈശോയിലേക്ക് നാം നടന്നെടുക്കുമ്പോൾ തീർച്ചയായും അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് നമ്മുടെ ജീവിതത്തിൽ
നമുക്കൊരിക്കലും സാധിക്കില്ല എന്ന് നാം കരുതുന്ന, മറ്റുള്ളവർ പോലും നമ്മോട് ചോദിക്കുന്ന, എന്തുകൊണ്ടാണ് നിനക്ക് മാത്രം ഇതൊന്നും സാധിക്കാത്തത്, നീ ഉടമ്പടി എടുത്തതല്ലേ എന്ന് പലപ്പോഴും ഈ മകള് അങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ടെന്നാണ് നാം മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലൊക്കെ നാം ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ അമ്മയും ഈശോയും നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നമുക്ക് ഈ അൾത്താരയിൽ കയറി വന്നു നിന്ന് സാക്ഷ്യം പറയുവാൻ നമ്മെ യോഗ്യരാക്കും എന്നുള്ളത് തന്നെയാണ് അനുഭവ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകാതെ ഉടമ്പടി പാലിച്ച് ദൈവത്തിന് കൊടുക്കുന്ന വാക്ക് പാലിക്കാൻ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി നാം നമ്മെ തന്നെ വിട്ടുകൊടുത്ത് സത്യസന്ധരും വിശ്വസ്തരുമാകുവാൻ അതുമാത്രം നാം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.